നമ്മുടെ നാട്ടിലെ കുട്ടികൾ എന്ത് പഠിക്കണമെന്ന് തീരുമാനിക്കാൻ ഇവിടെ കുറെ മുസ്ലിയാർമാരും അല്ലെങ്കിൽ കുറെ മതം തിന്ന് ജീവിക്കുന്ന കുറെ മതപണ്ഡിതന്മാർക്കും എന്തിന്റെ സ്വാതന്ത്ര്യമാണ് നമ്മുടെ നാട്ടിലുള്ളത്? ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിക്ക് തന്റെ സ്കൂളിൽ ഇന്ന വിഷയം പഠിക്കണം അല്ലെങ്കിൽ ഇന്ന വസ്ത്രം ധരിച്ചു പോകണം, ഇതൊക്കെ തീരുമാനിക്കേണ്ടത് ഈ നാട്ടിലെ മതപണ്ഡിതന്മാരാണോ? ഇനി അവനൊക്കെ ഇവിടെ ഈ പറയുന്ന സൂംബ എന്ന് പറയുന്ന ഒരു വ്യായാമ മുറയോടൊപ്പം ഒരു നൃത്തം കൂടി കലർത്തിയിട്ടുള്ള ഒരു വിഭാഗമാണത്. എനിക്ക് തോന്നുന്നു ഈ മതപണ്ഡിതന്മാരായ മുസ്ലിയാർമാര് ഗൂഗിൾ ചെയ്ത് കാണും സൂംബ എന്ന് അവര് ഗൂഗിൾ ചെയ്ത സമയത്ത് അവരവിടെ കണ്ടത് സാമ്പ എന്നായിരിക്കും. സാമ്പ എന്ന് പറയുന്നത് ഒരു വെസ്റ്റേൺ കൾച്ചറിൽ ഒരു എന്താ പറയാ അല്പവസ്ത്രധാരികളായ സ്ത്രീകൾ കളിക്കുന്ന ഒരു തരം നൃത്തരൂപമാണ്. അവരത് കണ്ട് ആനന്ദ പുളകിതരായതിനു ശേഷം ഇതൊന്നും ഇവിടെ പറ്റത്തില്ല, നമ്മളിത് യൂട്യൂബിൽ കണ്ടോളാം എന്ന് പറഞ്ഞിട്ട് സൂംബയ്ക്കെതിരെ, സൂംബ ഭയങ്കര പ്രശ്നമാണ്, സൂംബ അല്പവസ്ത്രധാരികളുടെ നൃത്തമാണ്, ഇറുകിയ വസ്ത്രധാരികളുടെ നൃത്തമാണ്, എന്തും പൊല്ലാപ്പാണ് ഇവന്മാരെ കൊണ്ട് ഈ നാട്ടിൽ ഉണ്ടാവുന്നത്. ഒരു മതപണ്ഡിതന്മാരും മതം തിന്ന് ജീവിക്കുന്നവനും നമ്മുടെ സ്കൂൾ സിസ്റ്റത്തിനകത്ത് കയറി കുട്ടികളുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങളിൽ കയറിയിട്ട് അഭിപ്രായം രേഖപ്പെടുത്താൻ ഇവനൊക്കെ ഈ നാട്ടിൽ ആരാണ് അവകാശം കൊടുത്തിട്ടുള്ളത്? ഞാനോ നിങ്ങളോ നമ്മളോ അല്ല കൊടുത്തിട്ടുള്ളത്. ഇത് ഒരു തരം വിഭാഗം ആളുകൾക്ക്, അവരുടെ കണ്ണിൽ തിമിരം ബാധിച്ച് ഒരു തരം ആളുകൾക്ക് ഇളകിയിട്ടുള്ള ഒരു ഇളക്കം മാത്രമാണ്. ആ ഇളക്കത്തിന് നമ്മളെ സർക്കാർ നിന്നു കൊടുക്കരുത്. പല ഇളക്കങ്ങളിലും നിങ്ങൾ പിന്നോക്കം പോയത് നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം ഇതിനെല്ലാം യവന്മാർ ഈ ഇളവാനുള്ള കാരണവും ഈ നാട്ടിലെ രാഷ്ട്രീയക്കാർ തന്നെയാണ്. ഇവരുടെ വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ച് ഇവരെ പൊതിഞ്ഞു പിടിച്ച് ഇവരെ സുഖിപ്പിച്ച് ഇവർ പറയുന്ന കാര്യങ്ങളെല്ലാം നടപ്പാക്കി കൊടുത്ത് ഇവർക്ക് ഇവിടെ ഒരു വിത്തിട്ട് ഇവർക്കൊരു വിളക്കൂറുള്ള ഒരു മണ്ണുണ്ടാക്കി കൊടുത്തത് ഇവിടുത്തെ രാഷ്ട്രീയക്കാരാണ്. ആ ഒരു രീതിയെ ഇവർ മുതലെടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക, ഒരു സ്കൂളിൽ ഒരു പുതിയൊരു പാഠ്യപദ്ധതിയിൽ ഒരു കാര്യം ഉൾപ്പെടുത്തുന്നതിന് എവനൊക്കെ എന്തിന്റെ കേടാണ്? അതിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഒരു വിദ്യാർത്ഥി എന്ത് തരം വസ്ത്രം ധരിക്കണം എന്നുള്ളത് ആ വിദ്യാർത്ഥിയുടെ സ്വാതന്ത്ര്യമാണ്. ആ കുട്ടി വീട്ടിൽ നിന്നും വിട്ടു വരുന്ന യൂണിഫോമിൽ തന്നെ ഇത് ചെയ്താൽ മതി എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ട് പോലും പിന്നെയും ഇതിന്റെ അകത്ത് അടുത്ത പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഈ ആണും പെണ്ണും തമ്മിൽ കളിക്കുമ്പോൾ ഇവരുടെ ശരീരങ്ങൾ തമ്മിൽ സ്പർശിക്കില്ലെന്ന്. ഇന്നൊരു ഏതൊരു സംഘടന, ഇതിന്റെ അകത്ത് തന്നെയുള്ള കുറെ കുട്ടി സംഘടനകളിലെ ഒരു വനിതാ പ്രതിനിധി വന്നിരുന്ന് പറയുന്നതാണ് ഞാൻ കേട്ടത്. അവർ പറയാണ് ആണിന്റെയും പെണ്ണിന്റെയും കൈ തമ്മിൽ സ്പർശിക്കില്ലേ എന്ന്. ഇവർ ഏത് കാലഘട്ടത്തിലാണ് ജീവിക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. ഇവിടെ ഈ പറയുന്ന മയക്കുമരുന്നും മദ്യവും കഞ്ചാവും ഇത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോൾ പോലും ഇല്ലാത്ത ഒരു പൊല്ലാപ്പാണ് ഈ സൂംബ എന്ന് പറയുന്ന ഒരു നൃത്തവും അതുപോലെ തന്നെ ഒരു വ്യായാമവും കൂടെ കലർത്തിയിട്ടുള്ള ഒരു പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞപ്പോ യുവമാർക്ക് ഇളവിയത്. ഇത് ഒരു തരത്തിൽ എന്താ പറയാ പിന്നെയും വലിച്ചകത്തേക്കിടുക എന്നുള്ള ഒരു സമ്പ്രദായത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. ഇവരിൽ ചില ആളുകൾക്ക് സംഗീതം ഇഷ്ടമല്ല, ഇവരിൽ ചില ആളുകൾക്ക് ഇന്നും സിനിമ ഇഷ്ടമല്ല, സിനിമ കാണുന്നവർക്ക് എന്തോ ഹറാമാണ്. അങ്ങനെ എന്താ പറയുക ഒരു ഇടുങ്ങിയ ചിന്താഗതി, ആ ഇടുങ്ങിയ ചിന്താഗതി ഇനിയും വളർന്നു വരുന്ന കുഞ്ഞുങ്ങളിലേക്ക് ഇഞ്ചക്ട് ചെയ്യുന്ന കുറെ കളവന്മാരെയാണ് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നത്. കുറെ കളവന്മാർ വന്നിരുന്നിട്ട് അത് അവിടെ തുള്ളുമ്പോ ഇവിടെ കാണൂലേ, ഇവിടെ തുള്ളുമ്പോ അവിടെ കാണൂലേ, അവിടെ ഇറുകൂലേ, ഇവിടെ ഇറുകൂലേ. യവന്മാരെന്തിനാണ് കുഞ്ഞുങ്ങളുടെ വസ്ത്രത്തിലേക്ക് കണ്ണു നോക്കുന്നത്? യവന്മാരെന്തിനാണ് കുഞ്ഞുങ്ങളുടെ ഇറുകിയ വസ്ത്രത്തെക്കുറിച്ച് ഇങ്ങനെ വാചാലരാകുന്നത്? നിങ്ങളുടെ കണ്ണുകളുടെ, നിങ്ങളുടെ ചിന്താഗതികളുടെ പ്രശ്നമാണ്, അല്ലാതെ ഇത് സമൂഹത്തിന്റെ വിഷയമല്ല. ഇത് നിങ്ങളിൽ കുറെ ആളുകളുടെ ചിന്തകളുടെയും നിങ്ങളിൽ കുറെ ആളുകളുടെയും തെറ്റായ വീക്ഷണത്തിന്റെയും പ്രശ്നമാണ്. അത് മൊത്തത്തില് കേരളത്തിലുള്ള എല്ലാവരുടെ മേലും ഇങ്ങനെ അടിച്ചേൽപ്പിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അതങ്ങനെ കണ്ണും കെട്ടി നോക്കിയിരിക്കാനോ അതിനെതിരെ സംസാരിക്കാതിരിക്കാനോ പറ്റത്തില്ല. കാരണം ഇവിടെ ഈ പറയുന്ന പോലെ നമ്മന്റെ ആളുകൾ മാത്രമല്ല സ്കൂളുകളിൽ പോകുന്നത്, ഇവിടെ ഒരുപാട് ആളുകൾ സ്കൂളിൽ പോകുന്നുണ്ട്. മതവും ജാതിയും എല്ലാം മാറ്റി വെച്ചു കഴിഞ്ഞാൽ മനുഷ്യരായ ആളുകളുടെ കുഞ്ഞുങ്ങളും ഈ സ്കൂളിലൊക്കെ പോയി പഠിക്കുന്നുണ്ട്. ഇപ്പൊ അവര് പറയാണ് എന്റെ കുഞ്ഞിന് സൂംബ വേണം, എന്റെ കുഞ്ഞെത്തി പഠിക്കുന്നതിനൊപ്പം അവന്റെ ശാരീരിക ക്ഷമതയും അവന്റെ മാനസിക ചിന്താഗതിയും കുറച്ച് പക്വത വരട്ടെ, അല്ലെങ്കിൽ അവന് കുറച്ചും കൂടി ഒന്ന് ആക്റ്റീവായിട്ടിരിക്കട്ടെ, അവനൊരു തരം മത്ത് പിടിച്ച് വേറെ ഏതെങ്കിലും പ്രലോഭനങ്ങളിൽ പോയിട്ട് കഞ്ചാവിനും മയക്കുമരുന്നിനും അടിമയാവാതെ എന്റെ കുഞ്ഞ് കുറച്ച് ആക്റ്റീവായിട്ടിരിക്കട്ടെ എന്ന് കരുതുന്ന കുറെ രക്ഷകർത്താക്കൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പൊ ആ രക്ഷകർത്താക്കൾ പറയാണ് എന്റെ കുഞ്ഞിന് സൂംബ എന്ന് പറയുന്ന ഒരു സംഭവം സ്കൂളിലുണ്ടെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമാണ്. ഇതിനെന്തിനാണ് നീ നിന്റെ മതത്തിന്റെ കണ്ണിലൂടെ നോക്കുന്നേ? ഇതിനെന്തിനാണ് നീ നിന്റെ മതത്തിന്റെ ഉള്ളിലൂടെ ഇറങ്ങി നോക്കണേ? ഇന്നാട്ടി മതം മാറ്റിവെച്ച് മനുഷ്യർക്ക് ജീവിക്കണ്ടേ? മതത്തിലൂടെ മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്?
ഇല്ലെങ്കിൽ എന്തിനാണ് ഇത്തരത്തിലുള്ള മതസംഘടനകൾക്ക് ഇതിനകത്ത് ഇത്ര വേവലാതി? എന്തിനാണ് ഇത്ര ഒരു എന്താ വെപ്രാളോ എന്താ ഇന്ന് എന്ത് വേറിട്ട് വിളിക്കണമെന്ന് അറിയില്ല. കാരണം പച്ചയായ അസംബന്ധമാണ് യവന്മാര് രാവിലെ തൊട്ട് ഈ വിഷയത്തിൽ വന്നിരുന്ന് വിളിച്ചു ഊതിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ തൊട്ട് തുടങ്ങിയതാണ്. വാർത്ത വെച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ യവന്മാരുടെ കുറെ എണ്ണം എന്തൊക്കെയോ പേരുകളിൽ കുറെ എണ്ണം യവന്മാര് വന്നിട്ട് വായി തോന്നണയൊക്കെയാണ് വിളിച്ചു പറയുന്നത്. ആദ്യം നിങ്ങൾക്ക് സൂംബ എന്തെന്ന് നിങ്ങൾ ആദ്യം പഠിക്കുക. അറിയില്ലെങ്കിൽ അത് അറിയുന്നവരോട് പോയി ചോദിക്കുക. അല്ലാതെ സൂംബ മറ്റോ വലിയ ഏറ്റവും വലിയ തെറ്റായ ഒരു കാര്യമാണ്, ഈ നാട്ടിൽ ഒരിടവും ഈ സാധനം ഇല്ല എന്നൊക്കെ പറയുന്നത് നിന്റെയൊക്കെ പൊട്ടത്തനമാണ്. 90കളിലൊക്കെ വന്ന ഒരു സാധനമാണ് ഈ സൂംബ എന്ന് പറയുന്നത്. 2000-ഓളം എത്തിയപ്പോൾ ഒട്ടുമിക്ക രാജ്യങ്ങളിലും ഇത് വളരെ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. പല സ്കൂളുകളിലും ഇന്ന് നമ്മുടെ ഈ നാട് വിട്ട് പുറത്തോട്ടൊക്കെ സഞ്ചരിച്ചാൽ മനസ്സിലാവും. പല സ്കൂളുകളിലും ഇന്ന് കുട്ടികൾ വളരെയേറെ ആക്ടിവിറ്റികൾ, അതായത് കരിക്കുലം ആക്ടിവിറ്റികളിൽ പങ്കെടുത്തതിന് ശേഷമാണ് വിദ്യാഭ്യാസത്തിലേക്ക് കടക്കുന്നത്. അതായത് ഒരു ദിവസം ആരംഭിക്കുമ്പോൾ തന്നെ അവരവരെ മൈൻഡിനെയും അവരുടെ മറ്റു കാര്യങ്ങളും എല്ലാം ഒന്ന് റിലാക്സ് ചെയ്ത് മെന്റലി ഒന്ന് ഫ്രീ ആയതിനു ശേഷം വിദ്യാഭ്യാസത്തിലേക്ക് കടക്കുമ്പോൾ അവർ കുറച്ചും കൂടെ അപ്ഡേറ്റഡ് ആവും കുട്ടികൾ. അല്ലാതെ പൊതിഞ്ഞു വെച്ചിട്ട് നിങ്ങൾ ഈ ഇറുകിയ ചിന്താഗതിയിൽ ഇരിക്കൂ, നിങ്ങൾ പുറത്തേക്കൊന്നും ഇറങ്ങല്, നിങ്ങൾ ഇപ്പോഴും അടച്ചിട്ട കൂട്ടിലെ കിളികളാണ്, നിങ്ങൾ വെറും തത്തകളാണ്, നിങ്ങൾക്ക് പറന്നു പൊങ്ങാൻ പറ്റത്തില്ല, നിങ്ങളുടെ ചിറകുകളിൽ കെട്ടിയിട്ടിരിക്കുന്ന അസ്വാതന്ത്ര്യത്തിന്റെ ഒരു ചരട് നമ്മുടെ കയ്യിൽ ഉണ്ടെന്ന് പറയുന്ന ഇന്നാട്ടിലെ തിന്ന് ജീവിക്കുന്ന നിന്നോടൊക്കെ ഒരൊറ്റ കാര്യേ മലയാളത്തിൽ പറയാനുള്ളൂ: കടക്ക് പുറത്ത്. അല്ലാതെ ഇതൊന്നും കൊണ്ട് നമ്മളുടെ ഇടങ്ങളിലേക്ക് വന്ന് ഇമാതിരി കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കല്. കാരണം ഇതിനു മുന്നേ ഉണ്ടായ പല സംഭവങ്ങളും, കുറെ 2-3 വിഷയങ്ങൾ, ഒരു സ്കൂളിന്റെ പ്രവർത്തന സമയം കൂട്ടി കുട്ടികൾക്ക് കുറച്ചും കൂടെ വിദ്യാഭ്യാസത്തിന് പരമായിട്ട് അവർക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാമെന്നുള്ള രീതിയിൽ വിദ്യാഭ്യാസ വകുപ്പ് ഇതുപോലെ കൊണ്ടുവന്നൊരു ഇതിനെ നിങ്ങൾ ശല്യം ഉണ്ടാക്കി, പ്രശ്നമുണ്ടാക്കി സർക്കാർ അതിനെടുത്ത് മാറ്റി. അതായത് നിങ്ങളുടെ പ്രലോഭനത്തിൽ തന്നെയാണ്, നിങ്ങളുടെ പ്രഷറിൽ തന്നെയാണ്, നിങ്ങളുടെ വോട്ട് ബാങ്കുകൾ ചിലപ്പോൾ ലക്ഷ്യം വെച്ചിട്ട് തന്നെ ആയിരിക്കണം. ഇനി ഇതും എത്രമാത്രം ഇപ്പം വളരെ ശക്തമായിട്ടാണ് വിദ്യാഭ്യാസ വകുപ്പും കേരള സർക്കാരും ഇതിൽ നിൽക്കുന്നത്. ഇതിൽ നിന്നും ഒരണുവിട പുറകിലോട്ട് സഞ്ചരിക്കാതെ ഇത്തരം കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടപ്പാക്കണം. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. ഇതിപ്പോ നിങ്ങളുടെ കുട്ടികൾക്ക് ഈ പറയുന്ന വ്യാവലാതിപ്പെടുന്ന അല്ലെങ്കിൽ ഭയങ്കര ടെൻഷൻ ആവുന്ന നിങ്ങളുടെ കുട്ടികൾക്ക് ഇത് ചെയ്യണ്ടെങ്കിൽ അവരത് ചെയ്യണ്ട. ആരും ഈ നാട്ടിൽ ആരെയും അടിച്ചേൽപ്പിക്കുന്ന ഒന്നല്ല ഇത്. പിന്നെ ഈ സമ്പ്രദായത്തിനുള്ളിലേക്ക് കടന്നു കയറിയിട്ട് ഇതൊന്നടങ്കം വേണ്ട എന്ന് പറയാൻ നിങ്ങൾക്ക് ആർക്കും ഇവിടെ അധികാരം തന്നിട്ടില്ല. നിങ്ങളല്ല വിദ്യാഭ്യാസ വകുപ്പ്, ഇവിടുത്തെ മതസംഘടനകളല്ല ഇവിടുത്തെ വിദ്യാഭ്യാസ വകുപ്പ്. ഇവിടെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരുണ്ട്. തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിൽ നിയമവ്യവസ്ഥ തയ്യാറാക്കുന്ന ഒരു നിയമ സംവിധാനമുണ്ട്. ഇവിടെ ഒരു നിയമസഭയുണ്ട്. നിയമസഭ വഴി എല്ലാ കാര്യങ്ങളും മുന്നോട്ട് വെച്ച് അത് പാസ്സാക്കി മാത്രമേ ഒരു കാര്യം പിന്നെയും ഒരു ഇതിലേക്ക് എത്തത്തുള്ളൂ. അങ്ങനെ ഒരുപാട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പുകളിലൂടെ നടത്തുന്ന കാര്യങ്ങളാണ് ഇത്തരമുള്ള വിഷയങ്ങൾ. അതിലെന്തിനാണ് പുറത്തു നിന്നൊരു മതത്തിന്റെ മേലാളന്മാർ വന്നിട്ട് ഇതിൽ കിടന്ന് ഇങ്ങനെ വ്യാകുലപ്പെടുന്നത്? ഇത് ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിങ്ങളുടെ പഴയ കാഴ്ചപ്പാടിനെ, സ്ത്രീ എന്നും അടിച്ചമർത്തപ്പെടേണ്ടതും അല്ലെങ്കിൽ എന്നും സ്ത്രീകൾ അടിമയായിരിക്കേണ്ടവരും എന്നും സ്ത്രീകൾ കുടുംബത്തിനുള്ളിൽ നിൽക്കേണ്ടവരാണ്, അവരുടെ മുഖം പോലും മറച്ച് പുറത്തിറങ്ങാൻ പാടുള്ളൂ എന്ന് പറയുന്ന നിങ്ങളുടെ ആ നശിച്ച ചിന്താഗതിയിലേക്ക് ഒരു പുതിയ തലമുറയും കൂടെ കൂട്ടിക്കൊണ്ടു പോകണം എന്ന രീതിയിലുള്ള ഒരു രീതിയാണ് എനിക്കിതിൽ കാണാൻ സാധിക്കുന്നത്. ഇത്തരം നിലപാടുകളെയും ഇത്തരത്തിലുള്ള കണ്ണുകളിലൂടെ കാണുന്നവരെ നമ്മൾ മാറ്റി നിർത്തണം. എന്നിട്ട് നമുക്ക് നമ്മുടേതായ ആക്ടിവിറ്റികളുമായി മറ്റുള്ള ആളുകൾ അവരുടെ ഹാപ്പിനെസ്സുമായിട്ട് മുന്നോട്ട് പോവുക. ഇത്തരം ഉള്ള ആളുകളുടെ വാക്കുകളും ഇതൊന്നും കേൾക്കാതിരിക്കുക. അവർ അവരുടെ സൈഡിൽ നിന്നും പറഞ്ഞ് അവരങ്ങ് പൊക്കോളും. ഇതിനെ നമ്മൾ കാത് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഇതിന് പിന്നെയും നമ്മളൊരു വിഷയമായിട്ട് ചർച്ച ചെയ്യുമ്പോൾ മാത്രമാണ് ഇത് പിന്നെയും അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഒരു കാര്യത്തിൽ വളരെ സന്തോഷമുണ്ട്. ഇവർ ഈ വിഷയം ഉന്നയിച്ചു വന്നപ്പോൾ സൂംബ എന്ന് പറയുന്ന ഒരു നൃത്തത്തെ കുറിച്ച് നമ്മുടെ പല ആളുകളും അന്വേഷിക്കാൻ തുടങ്ങി. ഒരുപാട് പേർക്ക് അതിന്റെ മറ്റു പോസിറ്റീവ് വശങ്ങൾ മനസ്സിലായി. ഒരുപാട് പേര് ഈ സൂംബ എന്ന് പറയുന്ന കാര്യത്തിലേക്ക് ആക്റ്റീവായിട്ട് ഇറങ്ങാനും പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു പല ആളുകളും ഇപ്പോൾ സൂംബയിൽ ഒന്ന് ശ്രമിച്ചാലോ, തന്റെ ശാരീരിക ക്ഷമത ഒന്ന് നിലനിർത്താൻ വേണ്ടി, തന്റെ മാനസിക നില ഒന്ന് ഭദ്രമാക്കാൻ വേണ്ടി സൂംബയിലേക്കോട്ട് ഒന്ന് ഇറങ്ങിയാലോ എന്ന് ചിന്തിക്കുന്ന ആളുകൾ പോലും ചിലപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ടാവും. അങ്ങനെ ഒരു ഉപയോഗം ഈ ഒരു വിഷയം കൊണ്ട് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഇവരുടെ ഇത്തരത്തിലുള്ള ജൽപ്പനങ്ങൾക്ക് നമ്മൾ സാധാരണയായിട്ടുള്ള ആളുകൾ കാതു കൊടുക്കാതിരിക്കുക. അവർ അതുവഴി പറയും, അവർ അതുവഴി അങ്ങ് പോവും. നമ്മൾ അതൊന്നും ശ്രദ്ധിക്കാതിരിക്കുക. നമ്മൾ നമ്മുടെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക. സർക്കാർ ഇപ്പോൾ എടുത്തിരിക്കുന്ന ഈ തീരുമാനത്തിൽ നിന്നും സർക്കാർ അണുവിട പിന്മാറാതെ വളരെ ശക്തമായ രീതിയിൽ ഈ ഒരു നടപടിയുമായിട്ട് മുന്നോട്ട് തന്നെ പോവുക. അപ്പോൾ മറ്റൊരു വിഷയവുമായി വരുന്നത് വരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു.